അരയങ്കാവിലെ പൂരപ്പറമ്പിൽ ഒന്നും രണ്ടുമല്ല 210 ഗരുഡ രൂപങ്ങളാണ് ഒന്നിച്ച് അണിനിരന്നത്. മേളത്തിന്റെ താളത്തിനൊപ്പം ഗരുഡന്മാർ ചുവടുവെച്ചു. മധ്യകേരളത്തിൽ പ്രചാരമുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് ഗരുഡൻ തൂക്കം അഥവാ ഗരുഡൻ പറവ. ദാരികവധം കഴിഞ്ഞ് വിജയശ്രീ ലാളിതയായിരിക്കുന്ന ഭദ്രകാളിയെ ഗരുഡൻ വന്ദിക്കാനെത്തുന്ന രംഗത്തിന്റെ ആവിഷ്കാര രൂപമാണ് ഗരുഡൻ തൂക്കം. കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന ഒരു ആചാരത്തിൻ്റെ അല്ലെങ്കിൽ വഴിപാട് കൂടിയാണ് ഈ ഗരുഡൻ തൂക്കം എന്ന് പറയുന്നത്. ഗരുഡൻ്റെ വേഷം കെട്ടി, പക്ഷിയുടെ വേഷം കെട്ടി, കഥകളി രൂപത്തിൽ ഉടുത്തുകെട്ടി ചെണ്ടമേളത്തിൻ്റെ താളത്തിൽ ചുവടുവയ്ക്കുന്ന ഒരു കലയാണ് ഗരുഡൻ തൂക്കം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 400 വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ഒരു വർഷം പോലും മുടങ്ങാതെ തുടർച്ചയായി ഗരുഡൻ തൂക്കം അരങ്ങേറി വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള കലാകാരന്മാരാണ് ഗരുഡായനത്തിൽ അണിനിരുന്നത്. മണിക്കൂറുകൾ നീണ്ട ഒരുക്കങ്ങൾ, മുഖത്തെഴുത്ത്, കഥകളിക്ക് സമാനമായ വസ്ത്രങ്ങൾ, കിരീടവും ചുണ്ടും അണിയുന്നതോടെ ഗരുഡ രൂപങ്ങൾ തയ്യാർ. അപൂർവ കാഴ്ച കാണാൻ അരയങ്കാവിലെത്തിയത് ആയിരങ്ങളാണ്. ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് കൂടി ലക്ഷ്യമിട്ടാണ് 200-ലധികം കലാകാരന്മാരെ ഒന്നിച്ച് അണിനിരത്തിയത്. മുൻപ് നിരോധിച്ച എളവൂർ തൂക്കമാണിതെന്ന സംശയത്തിൽ ആദ്യം അനുമതി ലഭിച്ചിരുന്നില്ല. തൂക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിരോധിക്കപ്പെട്ട എളവൂർ തൂക്കമാണ് അധികാരികളുടെ എല്ലാം മനസ്സിലുണ്ടായത്. അതോടുകൂടി ഈ പരിപാടി ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി മുകളിൽ നിന്നെല്ലാം അധികാരപ്പെട്ടവരുടെ ഭാഗത്തു നിന്നെല്ലാം നിർദ്ദേശങ്ങളുണ്ടായി. പിന്നീട് ഇവരെ എല്ലാവരെയും ഇത് തൂക്കം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള തൂക്കമല്ല. ഇത് ഗരുഡൻ തൂക്കം എന്നുള്ളത് ഇതിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമാണ്. ഇതിനകത്ത് മറ്റ് തൂങ്ങിക്കിടക്കുന്നതോ അല്ലെങ്കിൽ ചൂണ്ടയിൽ തൂങ്ങിക്കിടക്കുന്ന അത്തരത്തിലുള്ള മറ്റൊരു ഇതുമില്ല. ഈ ഗരുഡൻ തൂക്കത്തിന് അർഹതപ്പെട്ട ഒരു അംഗീകാരം ലോക നിലവാരത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടിയെക്കുറിച്ച് ആലോചിച്ചത്. നാട്ടുകലാകാരക്കൂട്ടം, അരയങ്കാവ് കൂട്ടം നാട്ടറിവ് പഠന കേന്ദ്രം, കേരള ഫോക്ലോർ അക്കാദമി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഗരുഡായനം സംഘടിപ്പിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷ് ചെങ്ങമനാടിനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.